എ കെ ബാലൻ തത്സമയം അതിഥിയായി പാലക്കാട് നിന്ന് ചേരുകയാണ്. നമസ്കാരം ശ്രീ എ കെ ബാലൻ. നമസ്കാരം മാഷെ. നമസ്കാരം. അപ്പം സന്തോഷം അങ്ങേ കാണാൻ പറ്റിയതിൽ. ഇത്രയും കാലത്തെ പാരമ്പര്യം പാർട്ടിയിലുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങ് കുറച്ച് എല്ലാ ആലോചിച്ച് കുറച്ച് വികാരഭരിതനായി. അതിൽ നിന്നൊക്കെ കുറച്ച് റിലീവ്ഡ് ആയെന്ന് തോന്നുന്നല്ലേ? അങ്ങനെ വികാരഭരിതനായ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അത് സാധാരണ നിലയിൽ ഈ വർഗത്തോടുള്ള കൂറും പ്രതിബദ്ധതയും കൂടുന്ന സമയത്ത് ആ വർഗത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് അതിൻ്റെ നേതൃത്വ സ്ഥാനത്ത് നിന്ന് പോകുമ്പോൾ സ്വാഭാവികമായും ഒരു മാനസികമായിട്ടുള്ള വിഷമത ഉണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ മാനസികമായിട്ടുള്ള വിഷമത ഉണ്ടായിട്ടില്ല. കാരണം ഞങ്ങൾ പാർട്ടി സ്വീകരിക്കുന്ന സമീപനത്തിൻ്റെ ഭാഗമായി പുതിയ കേഡർമാർക്ക് അവസരങ്ങൾ നൽകുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായി ഒരു പുതിയ ഉണർവാണ് ഈ പാർട്ടിക്ക് ലഭിക്കാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായി ഈ സമ്മേളനത്തിൽ ഞങ്ങൾ 10 പേരാണ് പ്രായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് പുറത്തു പോകുന്നത്. എല്ലാ ആൾക്കാർക്കും അവരുടേതായിട്ടുള്ള പൊതു രാഷ്ട്രീയ പാരമ്പര്യങ്ങളുണ്ട്, അനുഭവങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതൊക്കെ തന്നെ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന നല്ല അനുഭവങ്ങളായിരിക്കും. ഞാനാണെങ്കിൽ പ്രസീഡിയത്തിലുണ്ട്, പ്രസീഡിയത്തിൻ്റെ കൺവീനറാണ്. പതാക ഉയർത്തിക്കൊണ്ട് ചെങ്കൊടിയുടെ പ്രാധാന്യം ചുരുക്കം വാക്കുകളിൽ ആ സമ്മേളനത്തിൽ സൂചിപ്പിച്ചു. സമ്മേളനത്തിന് ശേഷം 4 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിന് ശേഷം പ്രസീഡിയത്തിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ചില വാക്കുകൾ അവിടെ സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു അഭിമാന മുഹൂർത്തമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ സംഘടനാ രംഗത്തും അതുപോലെ തന്നെ പാർട്ടി ഏൽപ്പിച്ച ഭരണതലത്തിലും പരമാവധി വലിയ കഴിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് താങ്കൾ പറഞ്ഞൊരു കാര്യം, ഒരു ഔട്ട്സ്റ്റാൻഡിങ് തീഗ്രി ഉണ്ടല്ലോ. ഇപ്പോൾ താങ്കൾ വളരെ സജീവമായി CPM-ൽ നിൽക്കുകയാണ്. മാത്രമല്ല താങ്കളുടെ പെരുമാറ്റത്തിലും പ്രതികരണത്തിലും ഒക്കെ തന്നെ വളരെ സജീവമായ നേതൃത്വം ആളുകൾക്കും മാധ്യമത്തിനും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പാർട്ടി ഭരണഘടന സംരക്ഷിച്ച് നിർത്തി ഔട്ട്സ്റ്റാൻഡിങ് ആളുകൾക്ക് ചില എൻഗേജ്മെൻറ്റുകൾ കൊടുക്കാമെന്ന താങ്കളുടെ നിലപാടിൽ വ്യക്തമായി പറഞ്ഞാൽ താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞത്, നമ്മളെ സാധാരണ നിലയിൽ വലിയ എക്സ്പീരിയൻസ് ഉള്ള കുറച്ച് ആൾക്കാർ ഇതിൽ നിന്ന് പോകുമ്പോൾ ഒരു ചെറിയൊരു വിഭാഗത്തെ പ്രൊട്ടക്റ്റ് ചെയ്യണം, ഭരണഘടനാപരമായി പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഭരണതലത്തിലും അതുപോലെ തന്നെ സംഘടനാ തലത്തിലും ഏറ്റവും മികച്ച ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഫിഗറാണ് സഖാവ് പിണറായി വിജയൻ. സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൻ്റെ തുടർച്ചയായി അദ്ദേഹത്തിന് ഇളവ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രത്യയശാസ്ത്രപരമായി, രാഷ്ട്രീയമായി, സംഘടനാപരമായി ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു ചെറിയ ഒരു വിഭാഗത്തെയെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്താൽ ഈ ട്രാൻസിഷൻ സ്റ്റേജ് ഉണ്ട്, അതായത് ഒരു വലിയ നിര പോകുമ്പോൾ ഉണ്ടാകുന്നൊരു ശൂന്യത നികത്താൻ ഇതുകൊണ്ട് സാധിക്കും. ഞാൻ യഥാർത്ഥത്തിൽ 75 ഞാൻ 70 വയസ്സിൽ പാർട്ടിയുടെ സ്ഥാനമാനങ്ങളിൽ നിന്ന് പോകണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. 70 മതി എന്നുള്ള അഭിപ്രായക്കാരനാണ്. എന്നാൽ ഒരു 70 മുതൽ 80 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ പാർട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പ്രത്യയശാസ്ത്രപരമായി ഞാൻ ഊന്നി പറയുകയാണ്, പ്രത്യയശാസ്ത്രപരമായി, രാഷ്ട്രീയമായി, സംഘടനാപരമായി ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ആൾക്കാർ, അതിലൊന്നും ഞങ്ങൾ വരില്ല കേട്ടോ, അത് ധരിക്കുകയും ചെയ്യണ്ട. ഇപ്പോൾ പ്രത്യയശാസ്ത്രപരമായി ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ആളെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു EMS ഉള്ളൊരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു അനുഭവം വരുന്നതെങ്കിൽ EMSനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. AKG ഉള്ളൊരു കാലഘട്ടത്തിലാണെങ്കിൽ AKGയെ പ്രൊട്ടക്റ്റ് ചെയ്യണം.
ഇപ്പോൾ പിണറായിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെ ഭരണഘടനാപരമായി അതിനൊരു പ്രൊട്ടക്ഷൻ വേണം. അതാണ് എൻ്റെ മനസ്സിലുണ്ടായത്. ഈ സമ്മേളനത്തിൻ്റെ മുമ്പേ തന്നെ ഞാൻ നൽകിയിട്ടുള്ള ഒരു ആശയമാണ് അത്. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്സിൽ ഭരണഘടനാപരമായി അതിനൊരു പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടില്ല. ഇപ്പോൾ വേണമെങ്കിൽ പാർട്ടിക്ക് കൊടുക്കാം, പക്ഷെ അത് ഭരണഘടനാപരമായി തന്നെ കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരു പിരിയുന്നതിൻ്റെ ഒരു 1/3 ഈ പറഞ്ഞ ഏറ്റവും ക്രീമായിട്ടുള്ള ഒരു കുറച്ച് നേതാക്കൾക്കെങ്കിലും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് നന്നായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ സ്റ്റേജ് ഉണ്ടാകും. പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ PVയിൽ നിന്ന് പ്രകാശ് കാരാട്ട് പോകുന്നു, അല്ലെങ്കിൽ സീതാറാം യെച്ചൂരി പോകുന്നു, അല്ലെങ്കിൽ പിണറായി പോകുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ആ ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പ് ഒരു താഴെ തട്ടിലുള്ള ഒരു സഖാവിനെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ആ ആശങ്ക വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഭരണഘടനാപരമായിട്ട് തന്നെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് നന്നായിരിക്കും എന്നുള്ള അഭിപ്രായം ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. അത് തെറ്റായിട്ടുള്ള ഒരു ബാധ്യത ഒരു കാര്യമല്ല. ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ അത് വേണ്ട. ഒരു ഘട്ടം കഴിഞ്ഞാൽ അത് വേണ്ട.